പീയൂഷ് ബാബു അല്ലേ? കൊല്ലത്തുനിന്ന് വരുന്നു. എങ്ങനെയുണ്ടായി നമ്മുടെ ഫ്ലൈവിങ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്? ഫ്ലൈവിങ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ അൺപ്ലാൻഡ് ആയിട്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജസ്റ്റ് നമ്മളൊരു ആഡ് കണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓഫീസിൽ ഇരിക്കുമ്പോൾ കാണുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴേക്കും എന്തുകൊണ്ട് എനിക്കും തായ്ലൻഡ് പൊയ്ക്കൂടാ, കുഴപ്പമില്ല, എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഒറ്റയ്ക്കാണെങ്കിലും ബാക്കിയുള്ള കൂടെ ഉള്ളവരെല്ലാവരും ഉള്ളതുകൊണ്ട് ചില്ല് ചെയ്തു, നൈറ്റ് എക്സ്പ്ലോർ ചെയ്തു. തായ്ലാൻഡ് ആൻഡ് ബാങ്കോക്ക് ആൻഡ് പട്ടായ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് ഫ്രീ ആയിരുന്നു, ഹാപ്പി. പീയൂഷിനെ ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ ഫോൺ പരിചയപ്പെടുമ്പോൾ പീയൂഷ് ആദ്യമേ പറഞ്ഞു ഞാനൊരു IT കമ്പനി ഉടമയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് ഭയങ്കര ഒരു എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ഒരാള്. പക്ഷെ എയർപോർട്ടിൽ വെച്ച് ഞാൻ പീയൂഷിനെ കാണുമ്പോൾ പീയൂഷ് ഒരു എന്താ പറയാ കൊമേഡിയൻ. നമ്മുടെ ഗ്രൂപ്പിനെ എന്താ പറയാ കയ്യിലെടുത്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഇതാണ്. പക്ഷെ അതെനിക്ക് 100% എന്റെ ഒരു പ്രഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു. കാരണം ഈ ഗ്രൂപ്പിൽ ഏറ്റവും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി എൻജോയ് ചെയ്ത് പോകുന്നത് 100%. എന്ന് തന്നെ എല്ലാരും ഫാമിലി ആയിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്കായി പോകുന്നു. പക്ഷെ എന്റെ കൂടെ ഉള്ളവരും എസ്പെഷ്യലി ഷെറിൻ, ആഷിഫ്, നിതിൻ, ആര്യ എല്ലാം നല്ല വൈബായിരുന്നു. പിന്നെ പാർട്ടി മൂഡായിരുന്നു. അതേപോലെ തന്നെ ക്രൂസിലാണെങ്കിൽ പോലും നല്ല പാർട്ടി മൂഡായിരുന്നു. ഫുൾ അവിടെ ചില്ല് ചെയ്ത് ഡാൻസിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും. അതുപോലെ എന്റെ ക്ലബ് മെമ്പേഴ്സിനെ ആണെങ്കിൽ സജസ്റ്റ് ചെയ്ത് ഫാമിലി ആയിട്ട് നെക്സ്റ്റ് ടൈം ഇപ്പൊ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു നെക്സ്റ്റ് ടൈം നമുക്ക് ഒരുമിച്ച് പോകണമെന്ന്. ഉറപ്പായിട്ടും ഫ്ലൈവിങ്സ് വഴിയായിരിക്കും പോകുന്നത്. അവർ പോകുന്ന ലീവിന് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും അടുത്ത വിയറ്റ്നാം ആണ് ലക്ഷ്യം. അത് കഴിഞ്ഞ് അത് ഫുഗറ്റ് ക്രാബി ഉണ്ട്. ഫുൾ പവർ ഓണില് നമ്മൾ വരുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഞാൻ ഫ്ലൈവിങ്സ് വഴിയേ വരത്തുള്ളൂ, ഉറപ്പായിട്ടും 100%. താങ്ക് യു മാൻ.